സോ നമ്മൾ വീണ്ടും വന്നു നമ്മളിതിൽ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നപ്പോൾ നമ്മൾ S2 ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അത് എങ്ങനെ അതിലത്തെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി പ്ലാൻ എന്താണെന്നാണ് നോക്കും നമ്മൾ ഇതിൽ എന്തായാലും നമ്മൾ നോക്കും. സോ അത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മീൻസ് സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ സപ്ലൈ സ്റ്റുഡൻസ് ആയാലും അപ്പോൾ സപ്ലൈ എഴുതുന്നവരായാലും റെഗുലർ എഴുതുന്ന ആൾക്കാരായാലും ഈ ഒരു പ്ലാൻ നിങ്ങൾ ബേസിക്കലി നോട്ട് ചെയ്ത് പോകും. ഇത് പറയുന്നത് ബേസിക് പ്ലാനാണ്, അല്ലാത്ത എന്താ പറയുക വേറെ സംഭവം ഒന്നല്ല. ഇപ്പോൾ ഒരു പക്കയായിട്ട് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഇത് നമ്മൾ ഈ പേപ്പർ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേപ്പർ എനിക്ക് ക്ലിയർ ചെയ്ത് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കും. 2 അനുസരിച്ച് മാർക്ക് ഇടാം. പിന്നെ ഇതിൽ നിങ്ങളോട് പലരും പറയും ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ 3-4 മൊഡ്യൂൾ മാത്രം പഠിച്ചു പോയാൽ മതി. അങ്ങനത്തെ ഒരു വിഷയത്തിലില്ല. ഈ ഒരു സബ്ജക്റ്റിൽ ആ കേസില്ല. ഇതിൽ നമുക്ക് സിവിലും മെക്കാനിക്കലും രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ടെന്നായിരിക്കും. പക്ഷേ ഈ രണ്ടിലും തിയറി ഓറിയൻറ്റഡ് ആണ്, രണ്ടിലും ഫിഗേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എടുത്ത് പറയുന്നു, ഫിഗർ ആണ് എല്ലാം. ഫിഗർ വരച്ചിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ആൾക്കാർക്ക് നോക്കണ ആൾക്കാർക്ക് മനസ്സിലാവും ആ ചെക്കൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു മൈൻഡ് വരും. അപ്പോൾ നമ്മൾ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന രീതി അതിനനുസരിച്ചൊക്കെ ഭയങ്കര വേരിയേഷൻ വരും. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എനിക്ക് ഇതിൽ പറയാനുള്ളത്, നമ്മൾ എല്ലാം ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൽ മാക്സിമം ഫിഗർ ഉൾപ്പെടുത്താൻ നോക്കും. അപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല, അതനുസരിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഫിഗർ ഉൾപ്പെടുത്തി ഫിഗറിൻ്റെ ബേസിൽ ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഇത് പഠിക്കണ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പലരും പറയണ്ടാവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു 4-5 മണിക്കൂർ ലൈവ് ക്ലാസ്സസ് ചിലപ്പോൾ അത് നമുക്ക് വെറുതെ ജസ്റ്റ് നോക്കി വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്കത് കിട്ടാതിരിക്കാം. അപ്പോൾ അത് അത്രയധികം ടൈം വേസ്റ്റ് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാമെന്നല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് സ്റ്റഡി പ്ലാൻ ഞാൻ ഇവിടെ പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഫിഗറാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാ പേപ്പറിലും പ്രത്യേകിച്ച് മെക്കാനിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറുകളിലും ഫിഗർ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടോ നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ 8 ഫസ്റ്റ് നമ്മൾ നോക്കുക, ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ എല്ലാത്തിലത്തെയും ബേസിക് ആയിട്ടുള്ള ഫിഗർ ഏതൊക്കെ ഓരോ മൊഡ്യൂളിലത്തെ എന്തൊക്കെ ഫിഗറാണ് ബേസ് ചെയ്യാൻ വരുന്നത്, അപ്പോൾ അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഫിഗർ വരച്ച് വെക്കുക. ആ ഫിഗർ വരച്ച് ഒരു സെപ്പറേറ്റ് ഒരു പേജ് എടുത്ത് തന്നെ വരയ്ക്കുക. അപ്പോൾ അതിൽ അത് വരച്ച് വെച്ചിട്ട് അത് ഫിഗർ നോക്കുക. ആ ഫിഗർ നമ്മൾ ആദ്യം പഠിക്കണം. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ 3 മൊഡ്യൂൾ പഠിക്കുക. ഇതിൽ ആദ്യം തന്നെ എടുത്ത് നമ്മൾ വലിച്ചു ഓരോരോ ആദ്യം എന്താ പറയുക സിലബസ് അനുസരിച്ച് പഠിക്കാതെ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് പഠിക്കുക. ആ ഭാഗം ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റഡി ക്വസ്റ്റ്യൻസ് വിത്ത് ഫിഗർ, എന്നിട്ട് അതിൽ തന്നെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയുണ്ട് അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ അതിലത്തെ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു തീർത്തു. ആ ഫസ്റ്റ് മൊഡ്യൂൾ 1, 2, 3 ഇല്ല. എന്നിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മെക്കാനിക്കൽ പേപ്പറിലത്തെ ഡെറിവേഷൻ 1-2 ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. മൊഡ്യൂൾ 1-ലായിരിക്കും, അല്ലെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ 5 ഇതിലായിരിക്കും. മൊഡ്യൂൾ 5 അല്ലെങ്കിൽ 4 തോന്നുന്നു. അപ്പോൾ അത് ആ ഒരു ഇതിലായിരിക്കും ഒരു ഡെറിവേഷൻ വരുന്നുണ്ടാവും. ആ ഡെറിവേഷൻ എന്തായാലും പഠിക്കുക. കാരണം റാങ്കിങ് സൈക്കിൾ അങ്ങനെ 3 ഡെറിവേഷൻ വരുന്നില്ല. ആ സംഭവം എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും എന്തായാലും പാർട്ട് ബിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു 2019 സ്കീം ഇപ്പോൾ ആകെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ലാസ്റ്റ് നിന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിഗറും ബ്ലോക്ക് ഡയഗ്രാമും അതനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ ആദ്യം ഫിഗർ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറിൽ നമ്മൾ സെപ്പറേറ്റ് ആക്കി ചെയ്യുമെന്ന് പറഞ്ഞില്ല. ആ ഒരു ഇത് എടുത്തിട്ട് അതനുസരിച്ച് എന്നിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതിനനുസരിച്ച് റിവൈസ് ചെയ്യാം. എന്നിട്ട് അത് നമ്മുടെ ഫിഗർ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫിഗർ അല്ല വരച്ച് വെച്ച ഫിഗറും ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടോ. 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് ടൈം വരെ സമയമുണ്ട്. ലാസ്റ്റ് മിനിറ്റ് നോക്കി കയറിയാലും ഇപ്പോൾ പരീക്ഷയ്ക്ക് എൻ്റർ ചെയ്യണതിനെക്കാട്ടും മുമ്പ് നമുക്ക് നോക്കി കയറിയാലും നമുക്കത് കിട്ടാമെന്നുള്ളൂ. നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ നമ്മൾ ആ സംഭവം എടുത്ത് നമ്മൾ ജസ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം എഴുതണോ അത്രയും മാർക്ക് കിട്ടും. അതാണ് ഇതിലത്തെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കേസ് അതാണ്. നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് മാർക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ പ്രസന്റേഷനാണ് ഏറ്റവും കൂടുതൽ ഇതിരിക്കുക. നമ്മൾ എത്ര പഠിച്ചു പോയാലും നമ്മൾ ചവറ് പോലെ വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ കൈയക്ഷരം മോശമാണ് അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കിട്ടില്ല എന്നല്ല, അതൊരു ഫാക്ടറും കൂടിയാണ്. പക്ഷേ
അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് നമ്മൾ ചെയ്യുന്നതിൽ കറക്റ്റ് സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റേ ലാസ്റ്റ് BM ഈ ഇലക്ട്രിക്കലിൻ്റെ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലത്തെ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇതേ സംഭവം തന്നെ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഹാഫ് മണിക്കൂറിൽ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതിനുള്ള സ്പേസ് ലീവ് ചെയ്ത് വിടുക. സ്പേസ് ലീവ് ചെയ്ത് വിട്ടിട്ടും എങ്ങനെ പോയാലും അരമണിക്കൂറിൽ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. 3 മാർക്ക് ക്വസ്റ്റ്യൻ വേണ്ടി അത് അത്ര മാർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് അത് എഴുതുക. എന്നിട്ട് നമ്മൾ പാർട്ട് ബി അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം ചെയ്യണേൽ നമ്മൾ ആൻസർ ചെയ്തതിൽ മാക്സിമം നമ്മൾ എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ ഗ്യാപ്പ് വിട്ട് എഴുതാൻ നോക്കുക. എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേസ് കുറേ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ എഴുതണത് അത്യാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്നൊരു തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പോൾ അതിന് അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് ലീവ് ചെയ്തിട്ട്, അതായത് സ്പേസ് ലീവ് ചെയ്യാൻ പറയുമ്പോൾ എന്താ പറയുക എന്താ പറയുക റോഡിൻ്റെ അത്ര സ്പേസ് ലീവ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേശ്ശെ സ്പേസ് ലീവ് ചെയ്തിട്ട് വലുതാക്കിയിട്ട് ഇത് മാക്സിമം ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒരു ട്രിക്സ് ആണ്, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പോൾ അതിൽ മാക്സിമം ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുക. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ അല്ല, ഇൻ ദ സെൻസ് ലാസ്റ്റ് നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പോലും ലാസ്റ്റ് 6 ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ ആണെങ്കിൽ ആ 6 ഇട്ടിട്ട്, അല്ലെങ്കിൽ ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാലും സീനില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു എന്നൊരു സംഭവം എന്ന് വെച്ചാൽ കുറേ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല എവിടെ ഏത് വഴിക്കാണ് മാർക്ക് വരികയെന്ന്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം വീഴും, നമുക്ക് ആ മാർക്ക് വീഴും, പിന്നെ നമുക്ക് സീനില്ല. അല്ലാത്ത പക്ഷെ നമ്മളിപ്പോൾ എന്താ പറയുക മടി പിടിച്ച് അല്ലെങ്കിൽ ഇത് എഴുതാനൊന്നുമില്ല എന്ന് വിചാരിച്ച് ഓർമ്മ ക്വസ്റ്റ്യൻ എഴുതാതെ വിട്ടാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. കേട്ടിയാണ് ഇവിടെ ഇങ്ങനെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ മാക്സിമം ഇത് ഇങ്ങനെ ചെയ്യുക. സോ ഇതാണ് പേപ്പർ പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം. സോ ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് സിലബസ് പ്ലാനിങ്. എന്നിട്ട് ഇത് സിലബസ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം പഠിക്കുക, എന്നിട്ടാണ് ബാക്കിയുള്ള സിലബസ് എപ്പോഴും പഠിക്കേണ്ടത്. പിന്നെ എല്ലാത്തിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് ഐഡിയ എല്ലാത്തിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. സോ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേണമെന്ന്. സോ അത് ചെയ്താൽ നമ്മളത് നോക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബേസിക്കലി ഇത് ഓരോരോ കോൺസെപ്റ്റ് നമ്മൾ കൂടുതലും അത് എന്താ പറയുക സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ലാസ്റ്റ് ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്സ് പോലെ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക അങ്ങനെ ഇപ്പോൾ ഷോർട്സ് പോലെ ആക്കി കഴിഞ്ഞ് കാണാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ റിസൾട്ട് എന്താ വേണ്ടത്, നമുക്ക് എത്രത്തോളം നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നല്ല, നമുക്ക് ലാസ്റ്റ് നമ്മുടെ റിസൾട്ടാണ് നമുക്ക് മുഖ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ജസ്റ്റ് ഐഡിയ കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ചിലവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ഷോർട്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്താ പറയുക 1 മിനിറ്റ് വീഡിയോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അത്ര തന്നെ. സോ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ ആൾക്കാർ ഇപ്പോൾ സപ്ലൈ ഇരിക്കുന്നവരുണ്ടെങ്കിലും അഥവാ റെഗുലർ സ്റ്റുഡൻസ് ഒന്നും ലാസ്റ്റ് പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു മൈൻഡിലിരിക്കുകയാണെങ്കിൽ ഡസ്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് അവസാന തടവെന്ന രീതിക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുക, അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്ര തന്നെ.